ഞാൻ ഇന്ന് ഡാഷ് പോയ അണ്ണനെ പോലെ ഇരിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഇപ്പോൾ ഈ ഒറ്റപ്പെടലൊക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നു. കമ്മിറ്റഡ് ആയ മന്ദാര ചെപ്പുണ്ടുകൾക്ക് ഈ സുഖമൊന്നും കിട്ടൂല. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസിന്റെ വാഷ്റൂമിലുള്ള ശുദ്ധമലയാളമാണ് ഈ കാണുന്നത്. ഇന്നുണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല. പാട്ട റെയിൽവേ സ്റ്റേഷൻ എന്നല്ല ടോപ്പത്തെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽ കയറി ഇടങ്ങറായി പോകുന്നത് ബാംഗ്ലൂരിലേക്ക്. ഇതിൽ കിളിക്കിരിക്കാൻ വേണ്ടി പ്രത്യേക സീറ്റ് കണ്ടിട്ട് ആധാർ കാണിച്ച പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്, പക്ഷേ കർണാടക പെണ്ണുങ്ങൾക്ക് മാത്രം. ഇതാണ് നമ്മുടെ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ പഠിച്ചിരുന്നത് കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാനൊക്കെ പഠിച്ചിറങ്ങിയോണ്ട് കോളേജ് സൂപ്പർ ആയി. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കോളേജ് ഒക്കെ നന്നാവും. റിലേറ്റബിൾ ആണോ ഗൈസ്? ഈ ടാഗ് ഒക്കെ വാങ്ങി നമ്മൾ സൈൻ ചെയ്തിട്ടാണ് കോളേജിനകത്തേക്ക് കയറുന്നത്. പഠിച്ച കുറച്ച് മൂത്ത വാഴകൾ കോഷ്യസ് ജയിലാന്നൊക്കെ പറയും. പഠിക്കാൻ വരുന്നവർക്ക് പഠിക്കാം, അല്ല ജോലിയോ ആക്കാം, അല്ല കളിക്കാൻ വരുന്നവർക്കും കളിക്കാം. പഠിപ്പും പരിപാടിയും ഒക്കെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നു. കോളേജിനകത്തുള്ള സ്ത്രീകളുടെ പെണ്ണുങ്ങൾക്ക് ഒരു വരദാനം തന്നെയാണ്. വൈ? ബിക്കോസ് നമ്മുടെ കോളേജിനകത്ത് തന്നെയാണ് വരുന്നത്. ഇന്ന സമയത്ത് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരേ കാര്യമാണ്, കോഷ്യസ് അല്ല അർജന്റീന ഫാനാണ്. ചിലത്തെ കുട്ടികൾ ഞണ്ണുന്ന സ്ഥലമാണ്. തുടങ്ങി എനിക്ക് പ്രാന്ത് തുടങ്ങി. ഏത് വ്യൂവിൽ നോക്കിയാലും കോളേജിൽ ഒരു ബെഞ്ചുണ്ട്. ഗിറ്റിവോളികൾ പലതും പറയും. കോഷ്യസ് എന്താന്ന് പോലും അറിയാത്ത കുറച്ച് നായ്ക്കളാണ് വന്നിച്ചാൽ ഷീസിന് സ്വന്തമായിട്ട് വിമാനമൊക്കെ ഉണ്ട് ഗൈസ്. കാണുന്നത് 5 സ്റ്റാർ റെസ്റ്റോറന്റ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. BHMലെ കുട്ടികൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഇതാണ് BHMന്റെ കുട്ടികളെ കിച്ചൺ ഏരിയ. ഇത് ബേക്കിംഗിന്റെ ഏരിയ ആണ് കേട്ടോ. മിനാർ ഹാൾ ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. PG ആണോ സ്പോർട്സ് എല്ലാ പരിപാടികളും എന്റർടൈൻമെന്റ്സും സപ്പോർട്ട് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സും നമുക്കുണ്ട്. അഡ്മിഷൻ എടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടെന്ന് അറിയാം. കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് അറിയാം. കൊടുക്കുന്ന പൈസക്ക് സാധനം വെറുത്താണോ? എന്തായാലും കോഷ്യസിന് അതുണ്ട്. അപ്പൊ പഠിക്കുക, അടിച്ചു പൊളിക്കുക, ഹെൽപ്പ് ആക്കാൻ നമ്മളുണ്ട്. ഒന്നും നോക്കണ്ട, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോളൂ.